السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني യഫ്ഖഹു ഖൗലി. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പരിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്ത് യാസീൻ അതിൻ്റെ ഓരോ വചനങ്ങളും നമ്മളാൽ കഴിയും വിധം കൃത്യമായും വ്യക്തമായും പഠിച്ചു വരികയാണ്, മനസ്സിലാക്കി വരികയാണ്. നമ്മൾ ഏകദേശം 30 ആയത്തുകളാണ് ഇതുവരെയായിട്ട് എടുത്തു തീർത്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂതനെ അയച്ചതും ആ ദൂതരെ അവർ കളവാക്കുകയും അവസാനം അവരെ അല്ലാഹു ശിക്ഷിക്കുകയും ചെയ്തതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. 30-ാമത്തെ വചനം വരെ അവരുടെ കാര്യം എത്ര പരിതാപകരമാണ് എന്നതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഏത് റസൂലുകൾ ഏത് ജനതയിലേക്ക് ചെന്നാലും എല്ലാ ജനങ്ങളും ആ റസൂലുകളെ കളിയാക്കുന്ന ഒരവസ്ഥ എല്ലായ്പ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നും അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ചെയ്ത ആളുകൾക്ക് എന്താണ് സംഭവിച്ചത് എന്നും നമ്മൾ ഓർമ്മപ്പെടുത്തി. തുടർന്നുള്ള വചനങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് പാരായണം ചെയ്യാം, എന്നിട്ട് അതിൻ്റെ ആശയത്തിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ആയത്തുകൾ കൂടെ നോക്കാം, അർത്ഥം ഒന്ന് വെറുതെ മനസ്സിൽ ആലോചിച്ച് നോക്കാം. وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون. يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون. وكم أهلكوا ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون. وإن كل لما جميع لدينا محضرون. നമ്മൾ സൂറത്തു ഖാഫിലൊക്കെ മനസ്സിലാക്കിയതുപോലെയുള്ളൊരു പ്രയോഗത്തിലൂടെയാണ് ഈ ആയത്തുകളിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് അള്ളാഹു നമ്മെ പരിചയപ്പെടുത്തുന്നത്. എന്താ അള്ളാഹു പറയുന്നത്? 31-ാമത്തെ വചനം. അലം യറവ്
കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. അലം യറൗ, എന്താ അലം യറൗ എന്ന് പറഞ്ഞാൽ നീ കാണുന്നില്ലേ, അല്ലെങ്കിൽ അലം യറൗ എന്നാണ്, അവർക്ക് കണ്ടുകൂടെ, അവർ കാണുന്നില്ലേ എന്ത്, കം എത്ര, അഹ്ലക അഹ്ലക എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു എന്നാണ്, അഹ്ലക്നാ നാം നശിപ്പിച്ചു, എത്ര സമൂഹങ്ങളെ പറഞ്ഞിട്ടില്ല, ഖബ്ലഹും അവരുടെ മുമ്പ്, ആരുടെ, മുകളിൽ സൂചിപ്പിച്ച ഒരു സമുദായം ഉണ്ടല്ലോ, ആ സമൂഹത്തിന് മുന്നേ എത്ര, പിന്നെ ആ മിനൽ ഖുറൂൻ എന്ന് പറഞ്ഞാൽ കർണ് ഖുറൂൻ, കർണ് എന്ന് പറഞ്ഞാൽ തലമുറ എന്നാണ്, ഖുറൂൻ എന്ന് പറഞ്ഞാൽ തലമുറകൾ, തലമുറകളിൽ നിന്ന്, മിനൽ ഖുറൂൻ തലമുറകളിൽ നിന്ന്, അലം യറൗ അവർക്ക് കണ്ടുകൂടെ, കം അഹ്ലക്ന നാം എത്ര നശിപ്പിച്ചിരിക്കുന്നു, ഖബ്ലഹും അവരുടെ മുമ്പ്, മിനൽ ഖുറൂൻ എവിടെ നിന്ന്, തലമുറകളിൽ നിന്ന്, അന്നഹും തീർച്ചയായും അവർ ആണെന്ന്, ഇലൈഹിം അവരിലേക്ക്, അഥവാ അള്ളാഹുവിലേക്ക്, അവരിലേക്ക് ലാ യർജിഊൻ മടങ്ങി വരുന്നില്ല എന്നാണ്. അഥവാ അവരുടെ മുമ്പ് പല തലമുറകളിൽ നിന്നും എത്രയോ ആളുകളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു പറയാണ്, ആ നശിപ്പിക്കപ്പെട്ട ആരും ഇവരിലേക്ക് മടങ്ങി വരുന്നില്ല എന്നവർക്ക് കണ്ടുകൂടെ. അഥവാ അഥവാ മരണശേഷം ഒരാളും തിരിച്ചവരിലേക്കു തന്നെ ചെല്ലുന്നില്ല. എന്തിനു വേണ്ടി? മരണാനന്തരം ഈ പറയുന്ന ഒരു കാര്യങ്ങളില്ല എന്ന് പറഞ്ഞിട്ടോ ഇവർ ന്യായീകരിക്കുന്ന കാര്യങ്ങൾ എന്താ, മരണശേഷം ഒരു ജീവിതം ഇല്ല എന്നാണ്. മക്കയിലെ മുശ്രിക്കുകൾ മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മരിച്ചു കഴിഞ്ഞ ആരെങ്കിലും, അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിച്ചു മരിച്ചു കഴിഞ്ഞ ആരെങ്കിലും തിരിച്ചു വന്നിട്ട് ഇവരോട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കാം എന്ന രൂപത്തിൽ അള്ളാഹു പറയുകയാണെന്ന്, യറൗ അലം യറൗ അവര് കാണുന്നില്ലേ എന്ന് പറഞ്ഞാൽ നേരിട്ട് കാണുന്നതിനെ കുറിച്ചല്ല, പിന്നെ അവർ ചിന്തിക്കുന്നില്ലേ, അവർ മനസ്സിലാക്കുന്നില്ലേ എന്നതാണ് ഈ ആഴ്ചയിലൂടെ പറയുന്നത്. മരിച്ച ആളുകൾ തിരിച്ചു വന്നിട്ട് അവിടെ പ്രവാചകന്മാർ പറയുന്നത് പോലെ ഒന്നുമില്ല എന്നിവർ പറയുന്നില്ല എന്നാണ്. ഈ പ്രഥമ അഭിസംബോധകരാരാണ് ഇവിടെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കക്കാരാണ്. ആ മക്കക്കാരും എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ സൂറത്തു കാഫിൽ വ്യക്തമായി മനസ്സിലാക്കിയതാണ്. എന്താണ്? മരണശേഷം വീണ്ടും ഒരു ജീവിതമോ? ഇതാണ് അവരുടെ സംശയം. അള്ളാഹു ഉണ്ട് എന്നും ദൈവം ഉണ്ട് എന്നൊക്കെ അവർക്കറിയാം, പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു ജീവിതമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പൊ ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല ധിക്കരിച്ചിട്ട് ഒരുപാട് സമൂഹങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതുപോലെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനത നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ ജനത നശിപ്പിക്കപ്പെട്ടു. അതേപോലെ സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ജനത അഥവാ സമൂദ് ഗോത്രം അവരും നശിപ്പിക്കപ്പെട്ടു. എങ്ങനെ? ഘോര ശബ്ദം, സ്വൈഹത്ത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ സ്വൈഹത്ത് കൊണ്ട് നശിപ്പിക്കപ്പെട്ട ഒരുപാട് നാടുകളുണ്ട്. അതിലൊന്നാണ് സ്വാലിഹ് നബി അലൈഹി സ്വലാമിന്റെ ജനത അഥവാ സമൂദ് ഗോത്രം. പിന്നെയോ ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ ജനതയും അവിടേക്ക് ഒരുപാട് ശിക്ഷകൾ അള്ളാഹു ഇറക്കിയിട്ടുണ്ട് എന്നാണ്. ചരൽ മഴയായിട്ടും കണ്ണിന്റെ കാഴ്ച ഇങ്ങനെ തുടച്ചു കളഞ്ഞു എന്ന് പറഞ്ഞിട്ടും, അതേപോലെ തന്നെ ചുടുകട്ട കൊണ്ടുള്ള മഴയും പിന്നീട് ഘോര ശബ്ദവും അവസാനമാണ് എന്ത്? ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ ചിറക് കൊണ്ട് ആ നാടിനെ മുഴുവൻ മലർത്തിയിടുന്ന രൂപത്തിൽ, കമഴ്ത്തിയിടുന്ന രൂപത്തിലുള്ള ശിക്ഷയും ലൂത്തിന്റെ ജനതക്ക് നൽകിയത്. അതേപോലെ ഫറോവയുടെ അനുയായികളും ഒക്കെ ഇവരൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ശുഐബ് നബിയുടെ ജനത അവരും ഘോര ശബ്ദം കൊണ്ട് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ നശിപ്പിക്കപ്പെട്ട ഒരാളും എന്ത് ചെയ്തിട്ടില്ല? തിരിച്ചു വന്ന് പറഞ്ഞിട്ടില്ല ഈ പറയുന്നതൊക്കെ കളവാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല മരണശേഷം ജീവിതമുണ്ടെന്ന് പറഞ്ഞത് അത് വെറും വാക്കാണ് എന്നവരാരും തിരിച്ചു വന്ന് പറഞ്ഞിട്ടില്ല എന്നാണ്. അത് പറഞ്ഞ അഥവാ മരണശേഷം ജീവിതം ഇല്ല എന്ന് പറഞ്ഞ ആളുകളെയാണ് അള്ളാഹു നശിപ്പിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ ആളുകൾ, ഈ നശിപ്പിക്കപ്പെട്ട ആളുകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ മക്കയിലെ മുശ്രിക്കുകളെക്കാൾ എത്രയോ കരുത്തരും ശക്തരുമായ ആളുകളായിരുന്നു ഈ പറഞ്ഞ ആളുകൾ. അവർക്കാണ് അള്ളാഹു എന്തുപോലും ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞത് ശിക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഒരു സൈന്യത്തെ പോലും ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞത്, അതിന്റെ ആവശ്യമൊന്നും അവർക്കില്ല എന്ന രൂപത്തിൽ അള്ളാഹു പറഞ്ഞത്. ആദ്യ ജനതയെ കുറിച്ച് പറയുന്നുണ്ട്, അവരെ കുറിച്ച് ലം യഖ്ലുഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് എന്നാണ്. അങ്ങനെ ഒരു ജനതയെ അള്ളാഹു പടച്ചിട്ടില്ല എന്നാണ്. അത്രയും ശക്തരായ ജനങ്ങളായിരുന്നു. ആ ജനങ്ങൾ എങ്ങനെയാണ് അള്ളാഹു നശിപ്പിച്ചത്?
അവർക്ക് കൊടുങ്കാറ്റിലൂടെ ശക്തന്മാരായിട്ട് ഒരു കാറ്റിനെ പോലെ അവർക്ക് തടുത്തു നിർത്താനാകാതെ ആ രൂപത്തിലുള്ള ശിക്ഷ അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ളത്. അങ്ങനെ ശക്തരായ ആളുകൾ കഴിഞ്ഞു പോയിട്ടും അവരാരും അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുമില്ല. മരണശേഷം വീണ്ടും തിരിച്ചു വന്നിട്ട് ഇത് പറഞ്ഞിട്ടുമില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല 40-ാം അധ്യായം 21-ാമത്തെ വചനത്തിലൂടെ പറയുന്നുണ്ട്. അവലം യസീറൂ ഫിൽ അർദ് فينظروا كيف كان عاقبة الذين كانوا من قبلهم كانوا هم أشد منهم قوة وآثارا في الأرض فأخذهم الله بذنوبهم وما كان لهم من الله من واق. ഇവർ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ടില്ലേ? അള്ളാഹു ചോദിക്കണം. നേരത്തെ എന്താ ചോദിച്ചത്? നിങ്ങൾ കണ്ടിട്ടില്ലേ? അവലം യറൗന എങ്ങനെയാ നശിപ്പിക്കപ്പെട്ടത്? ഇവിടെ ചോദിക്കണം, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ടില്ലേ? അപ്പോൾ ഇവർക്ക് മുമ്പുണ്ടായിരുന്നവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് ഇവർക്ക് നോക്കാമായിരുന്നല്ലോ. അവർ ശക്തി കൊണ്ടും ഭൂമിയിൽ അവശേഷിപ്പിച്ച സ്മാരകങ്ങൾ കൊണ്ടും ഇവരെക്കാൾ കരുത്തരായിരുന്നു. എന്നിട്ട് അവരുടെ പാപങ്ങൾ നിമിത്തം അള്ളാഹു അവരെ പിടികൂടി അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവർക്ക് കാവൽ നൽകാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ്. സൂറത്തുൽ ഖാഫിൽ നമ്മൾ പഠിച്ച ആയത്ത് ഏതാന്ന് ഓർമ്മയുണ്ടോ? ഇതേപോലെയൊക്കെ പറഞ്ഞിട്ട് നേരത്തെ ഖുറൂൻ, ഖർനൻ ജംആണ് ഖുറൂൻ. ഖർനിൻഹും അശദ്ദു മിൻഹും ബത്ശ. ഇവിടെ പറയുന്നത് എന്താ? ശക്തരായ ആളുകൾ. എത്ര ഇവർക്ക് മുമ്പ് എത്ര തലമുറകളെ ഖബലഹും മിൻ ഖുറൂനിൻ ഹും അശദ്ദു മിൻഹും, അവർ ഇവരെക്കാൾ കടുത്ത കയ്യൂക്കുള്ളവരായിരുന്നു. എന്നിട്ട് അവർ നാടുകളിൽ ഇങ്ങനെ ചികഞ്ഞു നോക്കി, എന്ത് രക്ഷ പ്രാപിക്കാൻ വല്ല ഇടവുമുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കാണ്. ഇന്ന ഫീ ദാലിക ലദിക്റ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖസം. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ എന്ന്. അപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ വന്നെത്തിയുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു. ഈ ശക്തരാണ് അല്ലെങ്കിൽ മല്ലന്മാരാണ് എന്ന് പറയുന്ന ആളുകൾക്ക് ശിക്ഷ വന്നെത്തിയതിന് ശേഷമുള്ള ആയത്തുകൾ എന്താണെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അപ്പോൾ കടപുഴകി വീണ ഈന്തപ്പന തടികൾ പോലെ ജനങ്ങൾ വീണ് കിടക്കുന്നത്. വെട്ടിയിട്ട ഈന്തപ്പനകൾ അല്ലെങ്കിൽ കടപുഴകി വീണ ഈന്തപ്പനകൾ പോലെ ഓരോ മനുഷ്യരും ശക്തരാണെന്ന് പറഞ്ഞ ആളുകൾ അത് കിടക്കുന്നു. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ എന്നാണ്. ആനക്കലഹ സംഭവം നമുക്കറിയാം. അതിൽ അബ്രഹത്ത് ഒരുപാട് ആനകളെ കൊണ്ടുവരാൻ കഅബ നശിപ്പിക്കാൻ. ചെറിയ കല്ലുകൾ കണ്ടവരെ നശിപ്പിച്ചിട്ട് എങ്ങനെയായി അവര്? കഅസ്ഫിൻ മഅകൂൽ. അവർ അങ്ങനെ അവരെ തിന്നൊടുക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെയാക്കി എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊക്കെ അഹങ്കാരത്തോടുകൂടെ നമുക്കെല്ലാം കഴിയും, നമ്മളാണെല്ലാം എന്ന് പലപ്പോഴും മനുഷ്യന്മാരുടെ ചിന്തകളിൽ വരികയാണ്. എന്നിട്ട് ഇങ്ങനെ ലോകം പിടിച്ചടക്കുമ്പോൾ ആ അഹങ്കാരം ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ ഇത്തരം ആഴ്ചകൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ശബ്ദം മതി നമ്മളില്ലാതാവാൻ. ഇനി അങ്ങോട്ടൊന്നും പോകണം. നമുക്ക് ഏതെങ്കിലും ഒരു രോഗം വന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്കൊരു തലവേദന വന്നു, അതൊരു ശക്തമായ തലവേദനയാണെങ്കിൽ നമുക്ക് എത്ര ആൾക്കാർക്ക് പിടിച്ചിരിക്കാൻ പറ്റും? ആ തലവേദന വരുമ്പോൾ നമ്മൾ ആലോചിക്കും തലവേദന ഇല്ലാത്ത അവസ്ഥ, അതൊന്നും ഇല്ലാതിരുന്നെങ്കിൽ നമ്മൾ ആലോചിക്കും. പക്ഷെ ഇപ്പം നമുക്ക് തലവേദന ഇല്ല. ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കണ്ടോ? ഇപ്പം എനിക്ക് തലവേദന തരാത്ത അള്ളാഹുവിന് എന്ത് സ്തുതിയുണ്ട്. ഒരു പല്ല് വേദന വരും, ഒരു പല്ല് മതി, എല്ലാം ഒരു പല്ല് വേദന വന്നാൽ അതൊരു ശക്തമാണെങ്കിൽ അതിൻ്റെ പ്രയാസം നമുക്കറിയാം, നമ്മളൊക്കെ അനുഭവിച്ചറിയാം. അപ്പം നമ്മുടെ അഹങ്കാരമൊക്കെ അതോടുകൂടെ അങ്ങ് ഇല്ലാണ്ടാവുകയാണ്. ഇതൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. അള്ളാഹുവിൻ്റെ വലിയ വലിയ ശിക്ഷകളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് വരുന്ന ജലദോഷമാണെങ്കിലും പനിയാണെങ്കിലും അതൊന്ന് കടുപ്പത്തിൽ വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലേ? അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെ ഇന്നും പല സ്ഥലങ്ങളിലും പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ ഒരുമിച്ച്, ചില സമൂഹങ്ങളിൽ ചികിത്സയില്ലാത്ത രോഗങ്ങൾ, മാറാവ്യാധികൾ, പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ കൊണ്ട് നമ്മൾ തന്നെ എത്ര ദിവസം നാട് മുഴുവൻ അടച്ചിട്ട്, എയർപോർട്ടുകൾ അടച്ചിട്ട് വീട്ടിൽ കുത്തിട്ട് ഒരു കൊറോണ വന്നപ്പോഴത്തേക്ക് അള്ളാഹുവിൻ്റെ പരീക്ഷണം. അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും കുറച്ചുള്ള സ്ഥലങ്ങളിലായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷകൾ, ഭൂമി കുലുക്കമായിട്ടും മറ്റ് പല രൂപത്തിലും ഇന്ന് ആളുകൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് വല്ല മാറ്റവും ഉണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ ആഴ്ചയിലൂടെ അള്ളാഹു എന്താ പറയുന്നത്? അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ എന്നാണ്. ഒരുപാട് ആളുകളെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? മുമ്പുള്ള ആളുകളെയും നശിപ്പിച്ചിട്ടുണ്ട്. ആ
നശിപ്പിക്കപ്പെട്ട ആളുകൾ ആരും എന്തില്ല, അന്നഹും ഇലൈഹിം ലാ യർജിഊൻ, തിരിച്ചു വന്നിട്ടില്ല, മടങ്ങി വന്നിട്ടില്ല. എന്നിട്ട് എവിടെ നിന്നാണോ മരിച്ചത് അങ്ങോട്ട്. അപ്പൊ മടക്കമില്ലാത്ത ഒരു യാത്രയാണ് പ്രിയമുള്ളവരെ മരണം എന്ന് പറയുന്നത്. മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരാളും ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരികയില്ല. അത് അടിസ്ഥാനപരമായ നിയമമാണ്. പക്ഷെ ചില ആളുകൾ വന്നിട്ടുണ്ട്. അത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരവും അള്ളാഹുവിന്റെ അനുമതി പ്രകാരവും ചില മുഅ്ജിസത്തുകൾ പ്രകാരവുമാണ് അള്ളാഹു നൽകിയതാണ്. ഏതൊക്കെയാണ് ആ സംഭവങ്ങൾ? അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഈസാ നബി അലൈഹിസ്സലാം മരിച്ച ഒരാളെ എഴുന്നേൽപ്പിച്ച സംഭവമുണ്ട്. അതേപോലെ സൂറത്തുൽ ബഖറയിൽ ഒരു വിഭാഗം ആളുകൾ ചെയ്ത കൊലപാതകം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ മരണശേഷം ജീവിക്കുന്ന ഒരു സംഭവം. അതേപോലെ 100 കൊല്ലമായി മരിച്ചു കിടക്കുന്ന ഒരാളെ ജീവിപ്പിച്ച സംഭവം. ഇതൊക്കെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം. എന്നാൽ അടിസ്ഥാനപരമായി, അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഒരു മനുഷ്യൻ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിക്കുന്നത് എന്ന് പറയും. അതാണ് അടിസ്ഥാനം. എന്നാൽ അതേ സമയത്ത് എങ്ങനെ ആദം നബി അലൈഹിസ്സലാം ആണും പെണ്ണും ആണോ? അല്ല. ആദം നബി അലൈഹിസ്സലാം മണ്ണിൽ നിന്നും, ഹവ്വാ ബീവി ആദമിന്റെ വാരിയല്ലിൽ നിന്നും, ഈസാ നബി അലൈഹിസ്സലാം പെണ്ണുണ്ട് ആണില്ല. ആ രൂപത്തിലുള്ള സൃഷ്ടികളാണ്. അത് എക്സെപ്ഷണൽ കേസാണ്. നേരെ മറിച്ച് അടിസ്ഥാനപരമായി ഈ രൂപത്തിൽ ജനിപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെ അടിസ്ഥാനപരമായി മരിച്ചു കഴിഞ്ഞാൽ മടക്കമില്ലാത്ത യാത്രയാണ് ഇത് മരണം എന്ന് പറയുന്നത്. ആ മരണത്തോടുകൂടെ പിന്നീടൊരു തിരിച്ചുവരവ് ഉണ്ടാവുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ മരണശേഷം ദുനിയാവിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അത് ഒറ്റ വിഭാഗമേ ഉള്ളൂ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഏതാ അറിയോ? ശുഹദാക്കൾ. ആ ശുഹദാക്കൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തുനിന്ന് തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നതാണ്. എന്തിന്? അവിടെ ലഭിക്കുന്ന ആദരവും പ്രതിഫലത്തിന്റെയും അളവ് മനസ്സിലാക്കി തിരിച്ച് ഭൂമിയിലോട്ട് വന്നിട്ട് ഒരു 10 പ്രാവശ്യം കൂടെ ഷഹീദാകാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കുന്നു. അതല്ലാത്ത ആരും തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിക്കുകയില്ല. അതേപോലെ ശുഹദാക്കൾ ആഗ്രഹിക്കും ഈ പ്രതിഫലം, എനിക്കിവിടെ ലഭിക്കുന്ന പ്രതിഫലം, ആദരവ്, അത് ദുനിയാവിലുള്ള ആളുകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അവരറിഞ്ഞിരുന്നെങ്കിൽ അവർ നല്ല രൂപത്തിൽ മാറുമായിരുന്നല്ലോ, മനുഷ്യരാകുമായിരുന്നല്ലോ. ഏതുപോലെ നമ്മുടെ ഹബീബ് നജ്ജാറിന്റെ സംസാരത്തെ കുറിച്ച് ഈ സൂറത്ത് തന്നെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഏതായിരുന്നു ഈ ആയത്ത്? എനിക്കിപ്പോ എന്താ ലഭിക്കുന്നത് എന്ന് അവരറിഞ്ഞിരുന്നെങ്കിൽ. ആയത്ത് ഏതായിരുന്നു? ഓർമ്മ ഉണ്ടോ? കാലയാലയിച്ച കൗമി അലമൂൻ, അവരറിയുമായിരുന്നില്ലേ എന്ന്. അതാണ്. പിന്നെ സൗണ്ട് പോയോ? അതെ. ഖീല ദുഖുലിൽ ജന്ന ഖാല യാ ഖൗമി യഅലമൂൻ, അവർ അറിഞ്ഞിരുന്നെങ്കിൽ എന്ത്? ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ, അല്ലാഹു എനിക്ക് പുറത്തു തന്നതും എൻ്റെ മുക്രമീങ്ങളിൽ ആദരവുള്ളവരിൽ എന്നെ ഉൾപ്പെടുത്തിയത് അവർ അറിഞ്ഞിരുന്നെങ്കിൽ അവർ നന്നാകുമായിരുന്നില്ലേ എന്ന് ശുഹദാക്കൾ ആഗ്രഹിക്കും എന്നാണ്. അപ്പോഴാണ് അള്ളാഹു പറഞ്ഞത്, അത് നിങ്ങൾ തിരിച്ചു പോയി പറയണ്ട, ഞാൻ അറിയിച്ചു കൊടുത്തുകൊള്ളാം. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം 169-ാമത്തെ വചനം, 170-ാമത്തെ വചനം. എന്താ അള്ളാഹു പറയുന്നത്? വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ മരിച്ചുപോയവരായി നീ ഗണിക്കരുത് എന്നാണ്. എങ്ങനെ ഗണിക്കേണ്ടത്? എന്നാൽ അവർ അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ ജീവിക്കുന്നവരാണ്, അവർക്ക് ഉപജീവനം നൽകപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹു തന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് നൽകിയത് കൊണ്ട് അവർ സന്തുഷ്ടരായിരിക്കും. തങ്ങളോടൊപ്പം വന്നു ചേർന്നിട്ടില്ലാത്ത തങ്ങളുടെ പിന്നിൽ ഇഹലോകത്ത് കഴിയുന്ന വിശ്വാസികളെ പറ്റി അവർക്ക് യാതൊന്നും ഭയപ്പെടുവാനോ ദുഃഖിക്കാനോ ഇല്ലെന്നോർത്ത് ആ രക്തസാക്ഷികൾ സന്തോഷമടയുന്നു എന്നാണ്. അപ്പൊ ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അറിയിച്ചു തരാണ്. അവർ നേരിട്ട് വന്ന് അറിയിക്കണം. അപ്പൊ ഇതിന്റെ ഒക്കെ അടിസ്ഥാനം അവരെ പോലും തിരിച്ച് അള്ളാഹു എന്തില്ല ഈ ഭൂമിയിലേക്ക് അയക്കൂല എന്നാണ്. എന്നാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഷിയാക്കളുടെ വിശ്വാസം. ആ ഷിയാക്കൾ എന്താ വിശ്വസിക്കുന്നത് എന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളതിൽ അവർ 12 ഇമാമുമാരും വിശ്വസിക്കുന്നത്. അത് തുടങ്ങുന്ന അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇവരെ ശപിക്കുന്ന ആളുകളാണ് ഷിയാക്കൾ. അതിനുശേഷം അലി റളിയല്ലാഹു അൻഹു മുതലാണ് അവർ ഇമാമുമാരെ എണ്ണുന്നത്. അലി റളിയല്ലാഹു അൻഹു, ഹസൻ, ഹുസൈൻ, ഫാത്തിമ തുടങ്ങി ഇങ്ങനെ വരും. ഇവരൊക്കെ
തിരിച്ചു വരും എന്നാണ് ഇവരുടെ വിശ്വാസം. എന്തിനു വേണ്ടി? ഈ ആളുകളെ ആരൊക്കെ പരിഹസിച്ചിട്ടുണ്ടോ, ആരൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടോ, ഇവരോടൊക്കെ കണക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഇമാമുമാര് തിരിച്ചു വരുന്നതാണ്. അവരുടെ വിശ്വാസപ്രകാരം മോശപ്പെട്ട ആളുകളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നിവരൊക്കെ. അങ്ങനെ അവർ മാത്രമല്ല, അതേപോലെ തന്നെ അവർ വിശ്വസിക്കുന്ന, അവർ ഇതേപോലെ തിരിച്ചു വരുമെന്ന് അവസാനം അവർ വിശ്വസിക്കുന്ന ആളാണ് ആര്? മഹ്ദി എന്ന് പറയുന്നത്. ആ മഹ്ദി അവരുടെ വിശ്വാസപ്രകാരം, നമ്മുടെ അഹ്ലുസുന്നയുടെ വിശ്വാസപ്രകാരമുള്ള മഹ്ദിയല്ല അവർ വിശ്വസിക്കുന്നത്. അവർ വിശ്വസിക്കുന്ന മഹ്ദി നിങ്ങൾ കേട്ടില്ല, സലാം യാ മഹ്ദി എന്നുള്ള പാട്ടൊക്കെ കേട്ടിട്ടില്ല. അത് ആ മഹ്ദി ഇന്നും ഒരു ഗുഹയിൽ ജീവിച്ചിരിപ്പുണ്ട്, അതിന്റെ സമയമാകുമ്പോൾ ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ അത് നേരത്തെ വരുത്താൻ വേണ്ടിയിട്ട് ഇവർ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് സലാം യാ മഹ്ദി എന്ന് പറയുന്നത്. അപ്പോൾ എന്നാൽ അഹ്ലുസുന്നയുടെ വിശ്വാസപ്രകാരമുള്ള മഹ്ദി ഏതാണ്? ആ മഹ്ദി അള്ളാഹു ഈ ഭൂമിയിൽ ജനിപ്പിക്കും. എങ്ങനെ? ആ മഹ്ദിയുടെ ഉപ്പയുടെ പേര് പോലും പ്രവാചകന്റെ ഉപ്പയുടെ പേരുമായി സാമ്യമുള്ള പേരിലായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നത്? ഈ ഭൂമിയിൽ ആ മഹ്ദിയെ കൊണ്ടുവരുന്നത്. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്ന മഹ്ദിയല്ല അവർ വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ അവർ വിശ്വസിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞ ഇമാമുമാർ മാത്രമല്ല, അവരിൽ അങ്ങേയറ്റം ഈമാനോടുകൂടെ ജീവിക്കുന്ന ആളുകൾ മുഴുവൻ, മുഅ്മിനീങ്ങളൊക്കെ തിരിച്ചു വന്നിട്ട് കണക്കുകൾ മുഴുവൻ തീർത്തിട്ടേ പോകുള്ളൂ എന്നാണ് അവരുടെ വിശ്വാസം. അപ്പോൾ അത് ഈ ആഴ്ച വെച്ച് നോക്കുമ്പോൾ എന്താണ്? നേരെ വിപരീതമാണ്. ആ യഹൂദികളുടെ സന്തതികളാണ് ഷിയാക്കൾ. അബ്ദുല്ലാഹി ഇബ്നു സബഈ എന്ന് പറയുന്ന യഹൂദി, ആ യഹൂദി ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി പുറത്തു പറയാതെ ഞാൻ വിശ്വസിച്ചു എന്ന് അവരിൽ വിശ്വസിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിലോട്ട് കയറി കൂടുകയും അവസാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരെ വധിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അതിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ട് അങ്ങനെയാണ് ഇന്നത്തെ ഷിയായിസം ഈ ലോകത്തേക്ക് വന്നിട്ടുള്ളത്. ആ ഷിയാക്കളുടെ താഴെ തുടർന്ന് വരുന്നതാണ് സൂഫികളും തുടർന്നുള്ള ആളുകളും ഒക്കെ. ഇന്ന് കുറെ ത്വരീക്കത്തുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. കൊണ്ടോട്ടി ത്വരീക്കത്ത്, ആലുവ ത്വരീക്കത്ത്, അങ്ങനെ കുറെ ത്വരീക്കത്തുകൾ ഒക്കെ ഇതിന്റെ അടിസ്ഥാനത്തിലോട്ട് വരും. നമ്മുടെ നാട്ടിലുണ്ട് കുറെ ഷിയാക്കൾ. പക്ഷെ അവരുടെ വിശ്വാസം എന്താ അറിയോ? അവരുടെ വിശ്വാസം അവർ വിശ്വസിക്കുന്നത് എന്താണെന്ന് പുറത്തു പറയരുത് എന്നാണ്. അതുകൊണ്ട് അവര് ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ വിശ്വാസം എന്താ? നമ്മുടെ ലാ ഇലാഹ ഇല്ല നമുക്ക് പുറത്ത് പറയണമെന്നാണ്. നമ്മൾ കഴിഞ്ഞ ആയത്തുകളിൽ ഈ സൂറത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വിശ്വാസം വെളിപ്പെടുത്തുക എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതങ്ങനെ ചെയ്യരുത് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഇവർ. അപ്പൊ ഇവരുടെയൊക്കെ വിശ്വാസം എന്താണ്? ഈ പറഞ്ഞ നേരെ ആയത്തിനെതിരാണ്. ഈ ആയത്തിൽ പറയുന്ന അല്ലാഹു മരണശേഷം വീണ്ടും മരിച്ചവിടുന്നാണ് അങ്ങോട്ട് തിരിച്ചു വരൂല. അതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നഹും ഇലൈഹിം ലാ യർജിഊൻ എന്ന് പറയുന്നത്. എന്നാൽ മരിക്കുന്ന സമയത്ത് പോലും തിരിച്ചു വരാൻ വേണ്ടി ചില ആൾക്കാർ ചോദിക്കുന്ന സന്ദർഭമുണ്ട്. ഏതാത്? മരിക്കുന്ന സമയത്ത് ചോദിക്കാണ്, എനിക്ക് ഒരല്പസമയം കൂടെ നീട്ടി തരുമോ? അതാണ്, എനിക്ക് ഒരല്പസമയമെങ്കിലും കൂട്ടി തരുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ എന്നെ ഒന്ന് മടക്കി അയക്കുമോ എന്ന് ചോദിക്കുന്ന ആൾ ആ ഭൂമിയിലേക്ക്. എന്തിന്? ഒരല്പം കൂടെ നന്മ ഞാൻ കൂടുതൽ ചെയ്യാം. ഒരു ലേശം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുന്നത്, ഒരല്പം നന്മയുടെ കാരണം കൊണ്ട് നമ്മൾ നരകത്ത് പോവുകയാണെങ്കിൽ ലേശം അത് ചെയ്ത് വേഗം വരെ ഒരല്പസമയം മതി. നാട്ടിൽ ഞാൻ സമ്പാദിച്ചു വെച്ച കുറേ പണം അവിടെ ഉണ്ട്, അതൊന്ന് ഏൽപ്പിച്ചാൽ മതി. അവിടെ കുറച്ച് യത്തീമീങ്ങൾ അവർക്കിങ്ങനെ ഒന്ന് എടുത്ത് കൊടുത്താൽ മതി. അതിനെങ്കിലും എന്നെ ഒന്ന് അനുവദിക്കുമെന്ന് വെച്ചാൽ പിന്നീട് ഒരല്പസമയം പോലും അല്ലാഹു നമുക്ക് നൽകുകയില്ല. പിന്നീട് ഒരു മടക്കമില്ല. പ്രവാചകന്റെ മരണശേഷം തന്നെ എത്ര സംഭവങ്ങളുണ്ടായി. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച് പ്രവാചകന്റെ ശറഫാക്കപ്പെട്ട ശരീരം ഖബറിൽ വെക്കുന്നതിന് തൊട്ട് മുന്നേ പ്രശ്നമുണ്ടായി. പ്രശ്നം മീൻസ് അവിടെ ആശയക്കുഴപ്പമുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിടം എവിടെ വെക്കണം, എവിടെ പ്രവാചകനെ കവർ ചെയ്യണം, മറവാടണം എന്നത്. അതിൽ ചില ആളുകൾ പറഞ്ഞു മക്കത്തേക്ക് കൊണ്ടുപോകണം, ചില ആളുകൾ പറഞ്ഞു ജന്നത്തുൽ ബഖയിൽ. അവസാനം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പ്രവാചകന്മാർ എവിടെയാണോ മരണപ്പെട്ടത് അവിടെ തന്നെയാണ് അവരെ കബറടക്കേണ്ടത്. അതുപ്രകാരം മരണപ്പെട്ടത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഒരു മുറിയിലായിരുന്നു. ആ മുറിയിൽ അവിടെ തന്നെ എന്ത് ചെയ്തു? ഖബർ എടുത്ത് അവിടെ മറമാടിയതാണ്. എന്നാൽ ആ സമയത്ത് പ്രവാചകന് വന്ന് പറഞ്ഞുകൂടായിരുന്നോ ഇതാണ് നിങ്ങൾ എടുക്കേണ്ട തീരുമാനം? ഇല്ല. അതിനുശേഷം പ്രവാചകൻ ഒരു മടങ്ങി വരവ് വന്നിട്ടില്ല. എന്നാൽ അതേസമയം നമ്മുടെ നാട്ടിൽ പല ആളുകളും വിശ്വസിക്കുന്നു, മരിച്ചു കഴിഞ്ഞിട്ട് പല ആളുകളുടെ സ്വപ്നത്തിലൂടെ ഒക്കെ വന്ന് വാർത്ത കൊടുത്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിലോട്ട് ഒന്നാണ് യാഹൂത്തങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾ?
യാഹു തങ്ങൾ എന്ന് പറയും. അബ്ദുൽ ഖാദർ എന്നാണ് അയാളുടെ മുഴുവൻ പേര്. യാഹു തങ്ങൾ, അദ്ദേഹത്തിന്റെ ഒരു മക്ബറ പുതിയങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അതൊരു പിന്നെ വലിയാണ് ഔലിയാണ് എന്നാണ് വിശ്വാസം. എന്നിട്ട് എന്താ അയാള് യാഹു തങ്ങൾ എന്നെങ്ങനെ പേര് വന്നത്? അയാൾ യാഹു യാഹു എന്നാണ് ദിക്ർ ചൊല്ലിയിരുന്നത്. യാഹു യാഹു. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോൾ ഈ മനുഷ്യൻ യാഹു എന്നാണ് ചൊല്ലിയിരുന്നത്. അയാൾക്ക് കറാമത്ത് കഥ അല്ലാഹു അലം ഉള്ളതാണോ? പല ചരിത്രങ്ങളാണ് ഇതിന്റെ പിന്നിൽ. ഒരാളോട് പഴം ചോദിച്ചിട്ട് ആ പഴം അയാൾ കൊടുത്തില്ല. ഒരു കൊലപ്പഴമുണ്ട്, ആ പഴം കൊടുക്കാതെ ആ മനുഷ്യൻ മുന്നോട്ട് പോയി. വറാക്കോ കൊടുക്കുന്ന സമയത്ത് ആ പഴത്തിൽ നോക്കുമ്പോൾ തൊലിയേ ഉള്ളൂ, പഴയല്ല. അപ്പോൾ മനസ്സിലായി ഈ മനുഷ്യൻ ചോദിച്ചത് കൊടുക്കാത്തതാണ്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അതിൽ പിന്നെ തിരിച്ച് പഴം വന്നു എന്നാണ് ചരിത്രം. അങ്ങനെയാണ് പറയുന്നത്. അതുപ്രകാരം നമ്മൾ ഇന്ന് അവിടെ പോയാൽ അവിടുത്തെ മുമ്പിലെ ഷോപ്പിൽ ഫുൾ പഴമാണ്. ഞാൻ വെറുതെ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാണ് അപ്പോൾ കണ്ടതാണ്. അപ്പോൾ അതാണ് ചരിത്രമാണ്. ആ മനുഷ്യന് ഈ പറഞ്ഞ പുതിയങ്ങാടിയിൽ 2 ഖബറാണ്. ഒരു ഖബർ അതിൻ്റെ കുറച്ചപ്പുറത്ത്, ഒരു ഖബർ ഈ പറഞ്ഞ സ്ഥലത്ത്. ഈ ഖബർ എന്താണ്? ഈ മനുഷ്യൻ മരിച്ച സമയത്ത് 2 ആൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണം. കാരണം ആ ഖബറിൽ ഒരു മക്ബറ ഉണ്ടാക്കി ഒരു പച്ച തുണി അതിൻ്റെ മുകളിൽ ഇട്ടാൽ നല്ല വരുമാനം. അങ്ങനെ ഖബർ ഉണ്ടാക്കി. അപ്പോൾ പിന്നെ ഇവർ ഞങ്ങൾ പിന്നെ ബോഡി കൊടുക്കൂല, അല്ലെങ്കിൽ മയ്യത്തിനെ ഇവിടെ കവർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ യാഹു തങ്ങൾ എന്ത് ചെയ്തു? അപ്പുറത്തുള്ള ഏതോ ഒരു ടീമിൻ്റെ സ്വപ്നത്തിൽ ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ 2 ഖബർ കുഴിച്ചോ, ഞാൻ എന്ത് ചെയ്തോളാം, 2 മാറി മാറി വന്നോളാം. അങ്ങനെ മാറി മാറി വരും. അപ്പം 2 ഖബറുണ്ട്, മക്ബറുണ്ട്. അതാണ് 7 മക്ബറുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, മരിച്ച് തിരിച്ചു വരൂല എന്ന വിശ്വാസം ഈ മനുഷ്യൻ തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രൂപത്തിലുള്ള അന്ധവിശ്വാസം. എന്തിനാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്? നമ്മുടെ സമയം കളയാനല്ല. ഇത് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അവർക്ക് യാഥാർത്ഥ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് ഖുർആൻ പഠിക്കാത്തതുകൊണ്ടാണ്, അറബി പഠിക്കാത്തത് കൊണ്ടാണ്. ഖുർആനിലൂടെ അള്ളാഹു എന്ത് പറഞ്ഞു ഈ ആയത്തൊന്നും ചിലപ്പോൾ അവർ കേട്ടിട്ടുണ്ടാവില്ല, എന്നും ഓതുന്നുണ്ടാവും. അവരാദ്യം ചിലപ്പോൾ മനപ്പാടാക്കുന്നുണ്ടാവും ഈ സൂറത്താണ്. പക്ഷേ എന്താ ഇതിലൂടെ അള്ളാഹു പറയുന്നത് എന്നവരൊരു പക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അതാണ് അതിന് കാരണം. അപ്പൊ മരണശേഷം ആരും തിരിച്ചു വരൂല എന്നതാണ് അടിസ്ഥാന വിശ്വാസം. എന്നാൽ പല ആളുകൾക്കും അതറിയാം, മരണശേഷം തിരിച്ചൊരു വരവില്ല എന്നുള്ളത്. എന്നാൽ വീണ്ടും എന്തിനാ അള്ളാഹു നമ്മെ ഇത് ഓർമ്മപ്പെടുത്തുന്നത്? ആ ഒരു മരണശേഷം നിങ്ങൾ തിരിച്ചു വരൂല. അതുകൊണ്ട് അതുവരെ നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ ഇങ്ങോട്ട് അയച്ചു. എന്തിനയച്ചത്? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. എന്തിനയച്ചത്? നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നതെന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. ആ പരീക്ഷണത്തിന് വേണ്ടി നമ്മൾ അയച്ചപ്പോൾ നമ്മുടെ മനസ്സ് പല ഇഷ്ടങ്ങൾക്ക് പുറകെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പിടിച്ചു നിർത്തണം. എന്തിന്? ഇതൊന്നല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയാൻ. നമ്മുടെ ലക്ഷ്യം മരണശേഷമുള്ള ജീവിതമാണ്. അതിനുശേഷം നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുക്കാൻ തിരിച്ചു വരാൻ നമുക്ക് സാധിക്കൂല എന്ന വിശ്വാസമുണ്ട് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോൾ ഉണ്ടാണ്. അതാ പറയുന്നത് വലൗതറാ ഇതിൽ മുജ്രിമൂന നാകിസു റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ. കുറ്റവാളികൾ തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ തല താഴ്ത്തിക്കൊണ്ട് ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളിതാ നേരിൽ കാണുകയും കേൾക്കുകയും ചെയ്തിരിക്കുന്നു, അതിനാൽ ഞങ്ങളെ നീ തിരിച്ചു തരയണമേ എന്നാണ്, തിരിച്ചയച്ചു തരയണമേ, എങ്കിൽ ഞങ്ങൾ നല്ലത് പ്രവർത്തിച്ചു കൊള്ളാം. ആ മരണശേഷം നമ്മൾ എന്ത് പറയുന്ന കാര്യം തിരിച്ചുവിടും. അതുകൊണ്ട് ഇഅ്ലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹ്വും വസീനത്തും വതഫാഖുറുൻ ബൈനക്കും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ഇഅ്ലമൂ നിങ്ങൾ അറിയണേ, അന്നമൽ ഹയാത്തുദ് ദുനിയാ ഇഹലോക ജീവിതം എന്താ? ലഅബുൻ വലഹ്വും കളിവിനോദം മാത്രമാണ്. നല്ല കളിയും ചിരിയും സന്തോഷങ്ങളും അടങ്ങിയതാണ് ഇഹലോക ജീവിതം. പിന്നെ വതഫാഖുറുൻ ബൈനക്കും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, നിങ്ങൾ പരസ്പരം ദുരഭിമാനം നടിക്കലാണ്. എൻ്റെ കയ്യിൽ ഇത്ര ഉണ്ട്, അവൻ്റെ കയ്യിലില്ലല്ലോ, അപ്പം ഞാൻ അങ്ങനെ സംഭവം, എനിക്ക് ഇന്ന വണ്ടിയുണ്ട്, എനിക്ക് ഇന്ന കുടുംബമുണ്ട്, അവനതില്ലല്ലോ, അല്ലെ അവനേക്കാൾ ഞാൻ നേടി, പണ്ട് അവനായിരുന്നു ഇപ്പം ഞാനാണ്. ഇതാണ് ഇഹലോക ജീവിതം. പലരും ഈ രൂപത്തിലാണ് ഇഹലോക ജീവിതത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, സ്വത്തുക്കളിലും സന്താനങ്ങളിലും പെരുപ്പം കാണിക്കാം. എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ, അവൾക്ക് ഫുൾ A+, അപ്പുറത്തുള്ള മകനെ തോൽപ്പിച്ചു, എൻ്റെ നാട് നീളെ പറഞ്ഞ് നടക്കുക.
നമുക്ക് ഭയങ്കര അഭിമാനം നമ്മുടെ മക്കൾ ഇവിടെ എത്തി എന്ന് പറയാൻ. നമ്മുടെ മക്കൾ ഏത് നല്ല ലെവലിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ, നല്ല ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടുകാരോടൊക്കെ പറയും. എന്നാൽ എൻ്റെ മകൻ അത്ര ഇല്ലെങ്കിൽ നമുക്കൊരു മടിയാണ് മകനെ കുറിച്ച് പറയാൻ. ആ രൂപത്തിലാണ് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു പറയാണ്. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക, ഒരു എക്സാം വരുമ്പോഴേക്കും നമ്മൾ ഖുർആനാണോ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ എക്സാമിനാണോ? ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയില്ല, നമ്മൾ ചിന്തിച്ച് നോക്കുക. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ കൂടിയിരിക്കുന്നത്, ആ ഒരു ദിവസത്തിൽ ഇപ്പോൾ സ്കൂളുകളിലൊക്കെ എക്സാം നടക്കുകയാണ്. ആ എക്സാമിൻ്റെ കാരണത്താൽ പല ആളുകളും ഒരുപക്ഷെ അതായിരിക്കാം, അതെല്ലായിരിക്കാം. അതാണെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഏതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത്. പഠിക്കേണ്ടതല്ല, പഠിക്കണം. പക്ഷെ അതിനൊരു ബദൽ സംവിധാനം കണ്ടെത്താൻ ഒക്കെ നമുക്ക് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനും ഈ എക്സാം, നമ്മൾ ഈ ഒരു ഇഹലോക ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി അത് നമ്മുടെ മക്കളുടെ പഠനം, അവരുടെ ജോലിയൊക്കെ ആയിട്ട് നമ്മൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അവർ നാളെ ഒരു നിലയിലെത്തുമ്പോൾ നമ്മളെ അവരേത് രൂപത്തിൽ പരിഗണിക്കുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ഖുർആനിൻ്റെ ആളുകളായിട്ടാണോ അതല്ല മറ്റെന്തെങ്കിലും ആണോ? ആ ഖുർആനിനെ നമ്മൾ ഒരിക്കലും രണ്ടാം തട്ടായിട്ട് കാണരുത്. ഖുർആൻ പഠിക്കുക എന്നുള്ളതും ഖുർആൻ മനസ്സിലാക്കുക എന്നുള്ളതും അതുകൊണ്ട് നമുക്കൊരു നഷ്ടം ഉണ്ടാവില്ല എന്നതുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം എന്നാണ്. പലരും ഇങ്ങനെ സങ്കടം പറയുന്നത് കാണും, ഞാനൊന്നും ഹാഫിദായില്ലല്ലോ, എന്നെ ഒന്നും ഉപ്പ ചെറുപ്പത്തിൽ കൊണ്ട് ഹിഫ്ദിന് ചേർത്തില്ലല്ലോ എന്നാണ്. എന്നാൽ സ്വന്തം മക്കളെ ചേർത്തോന്ന് ആലോചിക്കുമ്പോൾ ഉണ്ടാവില്ല. സ്വന്തം മക്കളെ 2 കൊല്ലം സ്കൂള് മാറ്റി നിർത്തി പഠിച്ച അവരുടെ 2 കൊല്ലം നഷ്ടമാകും എന്നാണ് പറയുന്നത്. ആ 2 കൊല്ലം യഥാർത്ഥത്തിൽ നഷ്ടമാണ് ഉണ്ടാവുക, ലാഭമാണ് ഉണ്ടാവുക, നമ്മൾ മനസ്സറിഞ്ഞെന്ന് ആലോചിച്ചു. ഞാൻ പറയുന്നു, ആ 2 കൊല്ലം നിങ്ങൾ കുട്ടി ഖുർആൻ പഠിച്ചാൽ നമുക്ക് നാളെ പരലോകത്തൊക്കെ കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങളുണ്ട്. അതിനൊന്നും ഒരു കയ്യും കണക്കില്ല, അത്രയും അനുഗ്രഹമാണ്. എന്തുകൊണ്ടാണ്? കാരണം അള്ളാഹു പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. നാം ആണ് ഖുർആൻ ഇറക്കിയത്, നാം ഖുർആനെ സംരക്ഷിക്കും. എങ്ങനെ സംരക്ഷിക്കാം? ഈ കാണുന്ന ഷെൽഫുകളിലെ കോടാനുകോടി സ്ഥലങ്ങളിലുള്ള ഷെൽഫുകളിലുള്ള ഖുർആൻ അച്ചടിച്ചു വെച്ചതുകൊണ്ടാണോ? ഇതൊന്നും നഷ്ടപ്പെട്ടു പോകില്ല, അല്ലെ എല്ലാം ആരും എന്തായാലും കത്തിക്കൂല, അങ്ങനെയാണോ? എങ്ങനെ അള്ളാഹു ഇതിനെ സംരക്ഷിക്കുന്നത്? മനുഷ്യന്മാരുടെ മനസ്സുകളിലൂടെ. എത്ര മനുഷ്യന്മാരാൽ അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് ഖുർആൻ മുഴുവനായി പഠിച്ച് മനസ്സിൽ അള്ളാഹുവിൻ്റെ പ്രൊട്ടക്റ്റേഴ്സായിട്ട് അള്ളാഹു പറഞ്ഞു ഞാൻ സംരക്ഷിക്കും. ആ സംരക്ഷകരായിട്ട് അവർ കൊണ്ടുനടക്കുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ആ സംരക്ഷണത്തിൻ്റെ ഭാഗം നമ്മളും നമ്മുടെ മക്കളൊക്കെ ആവണ്ടേ? ഒരല്പം സംരക്ഷിക്കാൻ ഞാൻ ഏറ്റെടുത്തോളാം, കുറച്ച് കൂടുതൽ എൻ്റെ മകന് കൊടുക്കാം, അല്ലെങ്കിൽ മകനൊന്ന് മുഴുവനായിട്ട് സംരക്ഷിക്കട്ടെ എന്നാലോചിച്ച് നോക്കുക. അതുകൊണ്ട് ഖുർആൻ പഠനത്തിനും ഇതിനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പരലോക ജീവിതത്തെ ആലോചിച്ചുകൊണ്ട് അതിന് മുൻഗണന കൊടുക്കണം. ഇഹലോക ജീവിതം എന്താണ്? കളിവിനോദങ്ങളും തമാശകളും. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ എന്നാണ്. ക്ഷണിക നേരത്തേക്കുള്ള ആസ്വാദനം. നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഒറ്റയടിക്ക് എന്താവും? അക്സിറു ദിക്റ ഹാദിമിൽ ലദാത്തിൽ മൗത്ത് എന്ന മരണത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞു. നിങ്ങളിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നല്ല മനോഹര ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, കുടുംബക്കാരുമായിട്ടും മക്കളുമായിട്ടും കൊച്ചുമക്കളുമായിട്ടും ചിരിച്ചും കളിച്ചൊക്കെ ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ച് കളയുന്ന ഒരു യാഥാർത്ഥ്യം, അതാണ് മരണം. അത് മുറിച്ചുകൊണ്ടാണ് മരണം വരിക എന്നാണ് പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആ മരണത്തിൻ്റെ പ്രത്യേകത നമ്മുടെ മനസ്സിൽ നിന്നാണ്. എന്താ? വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്. എപ്പോഴാണ് വരിക നമുക്കറിയില്ല. ഞാൻ ഇട്ട ഈ ഒരു കുപ്പായം വീട്ടിൽ പോയി ഞാനാണോ അയക്കാന്ന് നമുക്കറിയില്ല. അവസാനമായിട്ട് എൻ്റെ ഉമ്മയും ഉപ്പയും ഞാനൊന്ന് നേരിട്ട് കാണുമോ എന്നും നമുക്കറിയില്ല. അതുകൊണ്ട് നാളെ എന്താണ് വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ, ഈ ഭൂമിയിൽ നാളെ എന്താ നടക്കുകയെന്ന് നമുക്കറിയില്ല. ഇന്നലെ വരെ ഇതേപോലെ പോയിരുന്ന സ്ഥലത്ത് ഇന്ന് മിസൈൽ വീണ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടു. കഥകളല്ല, ഒരുപാട് യാഥാർത്ഥ്യം നമ്മൾ കേട്ടു. ഇന്നലെ വരെ നല്ല സമാധാനത്തോടുകൂടെ ജീവിച്ച ആളുകൾ ഒരു ദിവസം കഴിയുമ്പോഴേക്കും മല മുഴുവനായിട്ട് അവരെടുത്തു കൊണ്ടുപോയ വാർത്തകൾ നമ്മുടെ നാട്ടിൽ നമ്മൾ വായിച്ചു. പരിചയക്കാരും കുടുംബക്കാരും ഒക്കെ അതിൽ പോയി. നമ്മളെപ്പാന്ന് നമുക്കറിയില്ല. അപ്പോൾ ആ എപ്പോഴാണ് എന്നറിയാത്തത് കൊണ്ട് തന്നെ ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, അത് ഏത് നിമിഷവും വരാമെന്ന് വിചാരിച്ചുകൊണ്ട് പണിയെടുക്കുക. ഞാൻ ഇപ്പം എന്നിലേക്ക് മരണം വന്നാൽ ഞാൻ റെഡിയാണോ എന്ന് സ്വന്തത്തോട് ചോദിക്കാം. അതിനു വേണ്ടി പണിയെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹു പറയാണ് മരണശേഷം ഒരു തിരിച്ചുവരവില്ല എന്ന്. തിരിച്ചുവരവില്ല എന്ന് പറഞ്ഞാൽ ഒരു തിരിച്ചുവരവും ഇല്ല എന്നാണോ? ആലോചിച്ചോ, ആണോ? ഒരു തിരിച്ചുവരവില്ല എന്ന് അള്ളാഹു പറയാണ്.
അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂൻ അന്നഹും ലാ യർജിഊൻ. അവരാരും തിരിച്ചു വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു തിരിച്ചു വരവില്ലല്ലോ. അടുത്ത ആയത്തിൽ എന്താ പറയുന്നത്? അല്ലാഹു പറയുന്നു വഇൻ കുല്ലുൻ ലമ്മാ ജമീഉൻ ലദൈനാ മുഹ്ദറൂൻ. വഇൻ കുല്ലുൻ, കുല്ലുൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം എന്നാണ്, അല്ലെങ്കിൽ എല്ലാവരും. ഇവിടെ ഇൻ കുല്ലും എന്ന് പറയുന്നത് മാ കുല്ലും എന്ന അർത്ഥത്തിലാണ്, അഥവാ എല്ലാവരും ഇല്ല എന്ന അർത്ഥത്തിലാണ്. ഇൻ കുല്ലും എല്ലാവരും ഇല്ല. ലമ്മ, ഇവിടെ ലമ്മ എന്ന അർത്ഥം എന്ന് ഉദ്ദേശിക്കുന്നത് ഇല്ല എന്നർത്ഥമാണ്. മാന ഇല്ല, അഥവാ അറബിയിൽ ഇല്ല, മലയാളത്തിൽ ഇല്ല എന്ന അർത്ഥത്തിലാണ്. വഇൻ കുല്ലു ലമ്മ ജമീഉൻ, മുഴുവൻ ആളുകൾ അല്ലെങ്കിൽ മുഴുവനും, ലദൈന നമ്മുടെ അടുക്കൽ, മുഹ്ദറൂൻ ഹാദിറാക്കപ്പെടുന്നവർ അല്ലെങ്കിൽ ഹാജരാക്കപ്പെടുന്നവരല്ലാതെ എല്ലാവരും മുഴുവനും തന്നെ നമ്മുടെ അടുക്കൽ ഹാജരാക്കപ്പെടുന്നവരല്ലാതെ എല്ലാ എന്നാണ് ഈ ആഴ്ചയിലൂടെ. അപ്പോൾ എങ്ങോട്ട് മടങ്ങൂല? മരിച്ചോടത്തേക്ക് മടങ്ങൂല. എങ്ങോട്ടേക്ക് മടങ്ങും? നമ്മുടെ അടുക്കലേക്ക് മടങ്ങും. ആ ഒരു മടക്ക് എന്തിനാന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. എന്തിനാ? വിചാരണക്ക് വേണ്ടി. എന്ത് വിചാരണ? വിചാരണയും അതിനുശേഷം പ്രതിഫലം നൽകാൻ, നന്മ ചെയ്ത ആളുകൾക്ക് നന്മയും. വഫിൽ ആഖിറതി അദാബുൻ ശദീദ്, വഫിൽ ആഖിറതി അദാബുൻ ശദീദ്. ഇന്നമാ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരാണോ കൂടുതൽ നന്മ ചെയ്തത് അവർക്ക് സ്വർഗവും അവർ വിജയിച്ചു എന്നും, തിന്മ ചെയ്ത ആളുകൾക്കുള്ള പ്രതിഫലത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? മരണശേഷമുള്ള ജീവിതം. അവിടെ വിചാരണ ഉണ്ടാവും. ലോകാവസാനത്തിൽ ഒന്നാമത്തെ കാഹളത്തിൽ ഇങ്ങനെ ഊതുമ്പോൾ ഒക്കെ അങ്ങ് നശിക്കും. രണ്ടാമത്തെ കാഹളത്തിലെ കൂത്തോടുകൂടെ ഖബറിലുള്ള ആളുകൾ മുഴുവൻ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. അതവിടെ എല്ലാവരെയും ഒരേ സ്ഥലത്ത്, ഒരേ സമയത്ത്, ഒരേ ദിവസം. ആ ദിവസത്തിന്റെ നീളത്തെക്കുറിച്ച് പറയുന്ന എത്ര? 50,000. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന 50,000 ദിവസങ്ങൾക്ക്, 50,000 കൊല്ലങ്ങൾക്ക് തുല്യമാണ് ആ ഒരൊറ്റ ദിവസം. അപ്പൊ ആലോചിച്ചു ആ ഒരു നൃത്തത്തെക്കുറിച്ച്. അങ്ങനെ സങ്കല്പിക്കാനാകാത്ത ഒരു ദിവസത്തിൽ അള്ളാഹു നമ്മൾ അനുഭവിച്ച എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കുക തന്നെ ചെയ്യുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ പട്ടിണി കടന്ന് വയറൊക്കെ ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന സമയത്ത് ഒരല്പം ഭക്ഷണം കിട്ടിയാൽ പ്രവാചകൻ സ്വഹാബാക്കൾ ഓർമ്മപ്പെടുത്തിയിരുന്നത് ഈ കഴിക്കുന്നതിന് അള്ളാഹുവിനോട് എന്ത് പറയേണ്ടി വരും? സമാധാനം, അതിന് നന്ദിയുള്ളവരാവേണ്ടി വരുന്നു. എന്തിനെ കുറിച്ചൊക്കെ നമ്മോട് ചോദിക്കും? നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് അള്ളാഹു ചോദിക്കും. നിങ്ങൾക്ക് ആരോഗ്യം ലഭിച്ചില്ലേ? 2 കൈയും 2 കാലും അത് കൃത്യമായി ഉപയോഗപ്പെടുത്താനുള്ള ആരോഗ്യം ഉണ്ടായി, എന്തിനു വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചു എന്ന് ചോദിക്കും. നമ്മൾ പറയേണ്ടി വരും, ഞാൻ ഉപയോഗിച്ചതാ ഇന്ന കാര്യങ്ങൾക്കാണ്. അതേപോലെ നമ്മുടെ ഒഴിവ് സമയം, നമ്മൾ തിരക്കിലോട്ട് ഏർപ്പെടുന്നതിന് മുന്നേയുള്ള നമ്മുടെ ഒഴിവ് സമയം, ആ ഒഴിവ് സമയത്തെ കുറിച്ചും എന്തിനു വേണ്ടി നിങ്ങൾ ആ ഒഴിവ് സമയത്തെ ഉപയോഗപ്പെടുത്തി. നമ്മുടെ അറിവിനെ കുറിച്ച് ചോദിക്കും. എന്തൊക്കെ നിങ്ങൾ അറിഞ്ഞു? നിങ്ങൾ എത്രത്തോളം അറിയാൻ വേണ്ടി ശ്രമിച്ചു? ആ അറിഞ്ഞ അറിവിൽ നിങ്ങൾ എന്ത് പ്രവർത്തിച്ചു? ധാരാളം ഇൽമുണ്ടായിട്ട് കാര്യമില്ല. ആ ഇൽമനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ആ ഇൽമുകൊണ്ടുള്ള ഫായിദ 0 ആണ്. എന്നെ കൊണ്ട് ഒരു ഉപകാരം. പിന്നെ ചോദിക്കും എന്താ? നമ്മുടെ ധനത്തെക്കുറിച്ച്. ഇന്ന ആളുകളൊക്കെ ഉണ്ടായിട്ടും അവരെക്കാ കൂടുതൽ ധനം എൻ്റെ കയ്യിൽ ഞാൻ കൊണ്ടു തന്നില്ലേ? നീ വിചാരിച്ചോ നിന്റെ മെടുക്കൊണ്ടാന്ന്? നിനക്ക് തോന്നിയോ നിന്റെ കഴിവ് കൊണ്ട് നീ ഉണ്ടാക്കിയതാണ്? അത് നീ എന്തിന് ചെലവഴിച്ചു എന്ന് നമ്മുടെ കയ്യിൽ ഉത്തരമുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ യുവത്വത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. നമ്മൾ പല സ്റ്റേജുകളിലൂടെ ജീവിതത്തെ കടന്നു പോകും. കുട്ടി, പിന്നെ ടീനേജ്, യുവത്വം, പിന്നെ വാർദ്ധക്യം, ഇങ്ങനെ പോകും. അതിൽ യുവത്വം എന്ന് പറയുന്ന ഒരു സമയം. മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു 5 വർഷം ജീവിച്ചിട്ട് 50 വർഷത്തേക്കാൾ കൂടുതൽ ചെയ്ത ആ ഒരു യുവത്വം നമുക്കൊക്കെ ഉണ്ടാവും. ആ യുവത്വത്തിൽ നാം എന്ത് ചെയ്തു എന്ന് അള്ളാഹു ചോദിക്കും. അതേപോലെ തന്നെ നമ്മുടെ ആയുസ്സിനെ കുറിച്ചൊക്കെ അള്ളാഹു ചോദിക്കും. അതിനു വേണ്ടിയാണ് മരണാനന്തരം അള്ളാഹു നമ്മളിലേക്ക്, അഥവാ അള്ളാഹുവിലേക്ക് നമ്മളെല്ലാം കൂട്ടിക്കൊണ്ട് ഓരോരുത്തരും ഇതിന് മുഴുവൻ മറുപടി പറയേണ്ടി വരും എന്ന് മറക്കരുത്. കുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ. അത് ഓരോരുത്തരായിട്ട് തന്നെ പറയണം. നമ്മളെയൊക്കെ ഒറ്റയ്ക്ക് കൊണ്ടുവരുന്നതാണ്. അവരോരോരുത്തരും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഏകാഗിയായിക്കൊണ്ട് അവൻ്റെ അടുക്കൽ വരുന്നതാണ്. ഇങ്ങനെ ഓരോരുത്തരായി. അപ്പൊ എൻ്റെ കാര്യങ്ങൾ പറയാൻ ഉപ്പാനോട് പറഞ്ഞ, ഉപ്പ
വീട്ടിൽ സ്കൂൾ എന്തെങ്കിലും കൊടുത്തൊക്കെ കളിച്ചാൽ ഉപ്പാനെ കൂട്ടി പോയാൽ മതി. പക്ഷേ ഇവിടെ ഉപ്പ പറയില്ല, നമ്മൾ എന്താ പറയണം, അല്ലെ മകനോട് പറയാൻ എന്ത് എൻ്റെ ഒന്ന് പറയും എന്ന് പറഞ്ഞാൽ ഒരു റെക്കമെൻഡേഷനും അവിടെ നടക്കൂല എന്നുള്ളതാണ്. ആരോട് റെക്കമെൻഡ് നമ്മൾ ചെയ്തത് നമ്മൾ തന്നെ പറയണം. ഇവൻ ഇപ്രാവശ്യത്തേക്കൊന്ന് മാപ്പാക്കി കൊടുക്കണം, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്, അവിടെ പണ്ട് കാര്യമില്ല. ഈ ഒരു പ്രാവശ്യത്തേക്ക് എന്നല്ല, ഇവിടെ പലതും അല്ലാതെ. പക്ഷെ മരണശേഷം വിചാരണ സമയത്ത് ഒരാൾക്കും ഒരു വോയിസും ഇല്ല, നമ്മൾ തന്നെ നമ്മുടെ വായ പോലെ സീൽ ചെയ്യുന്നതാണ്. നിങ്ങൾ കളവ് പറയാൻ തുടങ്ങിയ പിന്നെ മറ്റു പലതും സംസാരിക്കും, തെളിവുകൾ സംസാരിക്കുന്ന ഒരു ദിവസം. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ആർക്ക് വേണ്ടി നമ്മുടെ ദീന് പണയപ്പെടുത്തരുത് എന്നുള്ളത്. അത് ഉപ്പാക്ക് വേണ്ടിയോ ഉമ്മാക്ക് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ ഭാര്യയ്ക്ക് വേണ്ടിയോ ഭർത്താവിന് വേണ്ടിയോ നമ്മുടെ ദീന് നമ്മൾ പണയപ്പെടുത്തരുത്. ആ ദീനിൽ നിന്നൊരു അകലം അല്ലെങ്കിൽ ഒരു കാലടി നമ്മൾ മാറി സഞ്ചരിക്കരുത്. നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്. ഭാര്യ പറയാണ് ആ താടി ഒന്നൊരു സുഖമില്ല, അതൊന്ന് പഠിച്ചാളാണ്, ഓക്കെ എനിക്ക് നീയാണെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് പഠിച്ചാളാണ്. അല്ലെങ്കിൽ പറയാണ് നമുക്കൊന്ന് സിനിമക്ക് പോകാം, ഒന്ന് തിയേറ്ററൊക്കെ ഒന്ന് കണ്ടുവരാം, അപ്പോൾ നിന്റെ ഒരു നിർബന്ധപ്രകാരം അങ്ങനെ. അല്ലെങ്കിൽ നമുക്കൊരു ബർത്ത്ഡേ ആഘോഷിക്കാം എന്ന് പറയുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ ഒന്നും മകനായിക്കോട്ടെ മകളായിക്കോട്ടെ കുടുംബത്തിൽ ആരായിക്കോട്ടെ നിർബന്ധിച്ചാൽ അതിന് വഴങ്ങരുത്. കാരണം എന്താ അറിയാം, നാളെ പരലോകത്ത് ഈ പറഞ്ഞ ആളുകളൊക്കെ എന്താ പറയാ അറിയാം, അവനമാണ് നരകത്തിലിട്ടോ അല്ലെ അവളെ ഇട്ടോ, എന്നിട്ടെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമെന്നാണ്. ഏതാണ് ആ വചനം? 70-ാം അധ്യായം 11-ാമത്തെ വചനം. യുബസ്വറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീന. എന്താർത്ഥം? അവർക്ക് അന്യോന്യം കാണിക്കപ്പെടും. തൻ്റെ മക്കളെ പ്രായശ്ചിത്തമായി നൽകിക്കൊണ്ട് ആ ദിവസത്തെ ശിക്ഷയിൽ നിന്ന് മോചനം നേടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് കുറ്റവാളി ആഗ്രഹിക്കും. എൻ്റെ മകനെ തരാം, എൻ്റെ മകളെ തരാം. ഇവിടെ നമ്മൾ പൊന്നു പോലെ നോക്കുക. നമ്മുടെ എല്ലാ സമ്പത്തും എന്തിനെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഇന്ന് നമ്മുടെ മക്കൾ, നമ്മൾ വേണേൽ പട്ടിണി എടുക്കും, പക്ഷെ മക്കൾ ഇതാണ് നമ്മുടെ. ആ മക്കൾക്ക് വേണ്ടി നമ്മൾ രാപ്പകലില്ലാതെ കഷ്ടപ്പെടാണ്. ഒരു പക്ഷെ ആ മക്കൾക്ക് വേണ്ടിയായിരിക്കും ഇന്ന് നമ്മൾ പ്രവാസി പോലും ആയിട്ടുണ്ടാവാം. നാളെ പറയാം മക്കളെ വേണേ എടുത്തോ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്താമോ എന്ന് ചോദിക്കും. എൻ്റെ ഭാര്യനെ വേണേ എടുത്തോ, എൻ്റെ സഹോദരനെ വേണേ എടുത്തോ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമെന്നാണ്. തനിക്ക് അഭയം നൽകിയിരുന്ന തൻ്റെ ബന്ധുക്കളുണ്ടല്ലോ അവരൊക്കെ എടുത്തോ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ. ഭൂമിയിലെ മുഴുവൻ ആളുകളെയും എന്നിട്ട് അത് അവനെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിക്കുന്നതാണ്. ആ ഒരു ദിവസമാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം. അതുകൊണ്ട് ആ ദിവസത്തെക്കുറിച്ചുള്ള ഓർമ്മ നമുക്ക് വേണം. ഈ ദിവസത്തെക്കുറിച്ചുള്ള ഓർമ്മ നമുക്ക് വേണം. മരണം എന്ന് നമുക്കറിയാത്ത ഒരു ദിവസം എപ്പോഴാണെന്നറിയില്ല, ആ ദിവസത്തെക്കുറിച്ചുള്ള ഓർമ്മയെ നമുക്ക് വേണം. അതാണ് നമ്മൾ. അതുകൊണ്ട് ഒരു കവി പാടിയിട്ടുണ്ട്, ഫലൗ അന്നാ ഇദാ മുത്നാ തുരിക്നാ ലകാനൽ മൗതു റാഹതൻ കുല്ല ഹൈ വലാകിന്ന ഇദാ മുത്നാ ബുഇസ്നാ വനസ്അലു ബഅദഹു അൻ കുല്ലി ഷൈ. മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കുമായിരുന്നെങ്കിൽ ഭയങ്കര സുഖമായിരുന്നു. മരണത്തോടുകൂടെ അവസാനിക്കുമായിരുന്നെങ്കിൽ എന്താ കവി പറഞ്ഞത്? നാം മരണപ്പെട്ടാൽ നമ്മെ അതോടെ വിട്ടുകളയുമായിരുന്നെങ്കിൽ മരണം ഓരോ ജീവിക്കും ആശ്വാസമാകുമായിരുന്നു എന്നാണ്. പക്ഷേ മരിച്ചാൽ നാം എഴുന്നേൽപ്പിക്കപ്പെടുകയും എന്നിട്ട് എല്ലാ കാര്യത്തെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുമല്ലോ എന്ന്. അപ്പം എന്തെങ്കിലും സങ്കടം വരുമ്പോഴത്തേക്ക് ഓടിപ്പോയി ആത്മഹത്യ ചെയ്യുന്നുണ്ട് ആൾക്കാർ. എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം ആത്മഹത്യ ചെയ്യാത്തത്? അവന് കൃത്യവും വ്യക്തവുമായ ബോധ്യമുണ്ട് അതോടുകൂടെ കഴിയൂല എന്നുള്ളത്. അത് മണ്ടത്തരാവും എന്നുള്ളത് അവനറിയാം. എന്നാലും ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട്. ഇത്ര ഗൗരവമാണെന്ന് ആലോചിച്ചു. അതുകൊണ്ട് മരണത്തോടുകൂടെ ഒന്നും അവസാനിക്കൂല. ഇനി വരുന്നത് അടുത്ത ആയത്തുകളിൽ അള്ളാഹു പറയുന്നത് മരണമെന്ന മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് അള്ളാഹു ദൃഷ്ടാന്തങ്ങളിലൂടെ തെളിയിച്ചു കൊടുക്കുന്ന ആയത്തുകളാണ്. നമ്മൾ കാഫിലൊക്കെ വായിച്ചതുപോലെ മറ്റൊരു രൂപത്തിൽ അള്ളാഹു അവൻ്റെ അസ്തിത്വത്തെയും അവൻ എത്ര കഴിവുള്ളവനാണ് എന്ന് വിശദീകരിക്കുന്ന വചനങ്ങളാണ് തുടർന്ന് വരുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഈ രണ്ടാഴ്ചകളൊന്ന് പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألم يروا كم أهلكنا قبلهم من القرون
أنهم إليهم لا يرجعون ألم يروا كم أهلكنا ഓരോ അക്ഷരങ്ങളും ശരിക്കും അതിൻ്റെ മഖ്റജുകളിലൂടെ ഉച്ചരിക്കണം. അലം യറൗ റ തഫ്ഖീമിൻ്റെ അക്ഷരമാണ് യറൗ കം അഹ്ലക്ന അഹ്ലക്ന ഖബ്ലഹും മിന ഇവിടെ നന്നായിട്ട് മണിക്കുക ഖബ്ലഹും മിനൽ ഖുറൂനി ഖാഫ് ശ്രദ്ധിക്കുക അന്നഹും നൂന് ശബ്ദ ഉണ്ട് അപ്പം നൂന് ശബ്ദ കൊടുക്കും മറ്റക്ഷരങ്ങളെ പോലെയല്ല നന്നായിട്ട് ശബ്ദ കൊടുക്കുക ഇലൈഹിം ലാ യർജിഊൻ യർ റാ തഫ്ഖീമിൻ്റെ അക്ഷരം അപ്പം യർജിഊൻ അല്ല യർജിഊൻ ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون എന്തായിരുന്നു അർത്ഥം? അലം യറൗ അവർക്ക് കാണുന്നില്ല അല്ലെ, അവർക്ക് കണ്ടുകൂടെ. കം അഹ്ലക്ന എത്രയെ നാം അഹ്ലക്ന നാം നശിപ്പിച്ചു. ഖബ്ലഹും അവരുടെ മുമ്പ്. മിനൽ ഖുറൂൻ തലമുറകളിൽ നിന്ന്. അന്നഹും തീർച്ചയായും അവർ ആണെന്ന്. ഇലൈഹിം അവരിലേക്ക്. ലാ യർജിഊൻ മടങ്ങുന്നില്ല, അല്ലെങ്കിൽ അവരിലേക്ക് മടങ്ങുന്നവരല്ല എന്ന് അവർ കണ്ടുകൂടെ, അവർക്ക് മനസ്സിലാക്കിക്കൂടെ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. അല്ലാഹു പറയാണ് وَإِن كُلٌّ لَّمَّا جَمِيعٌ لَّدَيْنَا مُحْضَرُونَ വഇന്നാണോ അല്ലെ വഇന്നാണോ? വഇൻ കുല്ലു ഇവിടെ മണിക്കുക. കുല്ലുല്ലമാണോ? വേണ്ട, അവിടെ രണ്ടക്ഷരത്തിന്റെ ശബ്ദമുള്ള കുല്ലുല്ലമ്മ അത്ര കൊടുത്താൽ. കാരണം ലാമ വന്നു കഴിഞ്ഞാൽ അല്ലെ റാ വന്നാൽ നമ്മൾ കുല്ലുല്ലാന്ന് മണിക്കരുത്, കുല്ലുല്ലമ്മ. അതേപോലെ തന്നെ റാ വന്നാൽ മിർറബി എന്ന് മണിക്കരുത്, മിർറ. മറ്റുള്ള അക്ഷരങ്ങൾ പോലെയല്ല. അപ്പോൾ കുല്ലുല്ലമ്മ മീമിന് നൂന് എന്നിവക്ക് ശബ്ദ വന്നാൽ നന്നായിട്ട് എന്ത് ചെയ്യാം, പിന്നെ ശബ്ദ കൊടുക്കുക. കുല്ലുല്ലമ്മ ജമീഉൻ ലദൈനാ മുഹ്ദറൂൻ. മുഹ്ദ ശ്രദ്ധിക്കുക, അല്ല മുഹ്ദ മുഹ്ദറൂൻ. എന്തായിരുന്നു അർത്ഥം? വഇൻ കുല്ലുൻ. വഇൻ കുല്ലുൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇല്ല, എല്ലാവരും ഇല്ല. നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞ ആളുകളെ കുറിച്ചാണ്, അവർ മടങ്ങി വന്നിട്ടില്ല. അപ്പൊ ഇവിടെ എല്ലാവരും ഇല്ല. ലമ്മ ജമീഉൻ, ജമീഉൻ എന്ന് പറഞ്ഞാൽ മുഴുവനാണ്. ലമ്മ ജമീഉൻ മുഴുവനുമല്ലാതെ, മുഴുവനായിട്ടല്ലാതെ ഇല്ല. അതാണ് ലമ്മ ജമീഉൻ, മുഴുവനായിട്ടല്ലാതെ ഇല്ല എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ലദൈന നമ്മുടെ അടുക്കൽ, മുഹ്ദറൂൻ ഹാജറാകുന്നവർ അല്ലെങ്കിൽ ഹാദിറാകുന്നവർ എന്നാണ്. അപ്പോൾ എല്ലാവരും മുഴുവനും തന്നെ നമ്മുടെ അടുക്കൽ ഹാജരാക്കപ്പെടുന്നവരല്ലാതെ ഇല്ല എന്നാണ്. ഒരാളും അതിൽ നിന്ന് രക്ഷപ്പെടൂല, ഒരു മനുഷ്യനും അതിൽ നിന്ന് രക്ഷപ്പെടൂല. ആദ്യ നബി മുതൽ അവസാന മനുഷ്യൻ ആരാണോ അവിടെ വരെയുള്ള ആളുകളെ മുഴുവൻ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടും എന്നാണ് അല്ലാഹു പറഞ്ഞത്. അതിലൊരാളും രക്ഷപ്പെടുകയില്ല എന്നതാണ്. ആദ്യം മഹ്ശറയിൽ നിന്ന് ആരെയും പുറത്തേക്ക് എടുക്കുക? മഹ്ശറയിലേക്ക്, ഖബറിൽ നിന്ന് പുറത്തോട്ട് വരാനോ, ബർസഖിൽ നിന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ
ഈ 2 ആയത്തുകളാണ്. നമുക്കൊന്ന് ഒരുമിച്ച് ഓതിയിട്ട് അവസാനിപ്പിക്കാം. ഒരുമിച്ച് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂൻ അന്നഹും ഇലൈഹിം ലാ യർജിഊൻ വഇൻ കുല്ലുൻ ലമ്മാ ജമീഉൻ ലദൈനാ മുഹ്ദറൂൻ. ഒന്നുകൂടെ. ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون. الله سبحانه وتعالى നമ്മുടെ ഈ ഒരു ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ഏറ്റവും ഉത്തമരായ അടിമകളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.